ഇന്ന് നമുക്കൊരു പരിപ്പ് കറി വെക്കാം. സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്കതെങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് പരിപ്പ് എടുക്കണം, തുമരപ്പരിപ്പാണ്, അതെടുക്കണം. അത് നമുക്ക് കുക്കറിനകത്തിട്ട് വേവിച്ച് എടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി വേണം, ഒരു 2 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ നമുക്ക് അരിഞ്ഞത് വേണം. ഇത് നമ്മൾ ആ പരിപ്പിനകത്തിട്ട് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കിതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടെ പരിപ്പിൻ്റെ കൂടെ വേവിക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വെക്കാം. അതിന് മുന്നേ നമുക്ക് പൊടികളിടണം. പൊടികളും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാണ് വേവിക്കാൻ വെക്കേണ്ടത്. ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്ര ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ച് കുക്കർ നന്നായിട്ട് അടച്ച് അടുപ്പത്തേക്ക് വെക്കുക. ഇനി നമുക്കത് അവിടെ നന്നായിട്ടൊന്ന് വേവട്ടെ. പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ടോ നോക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആവി വന്നിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരുപാട് ഒഴിക്കണ്ട, കുറച്ചൊഴിച്ചാൽ മതി. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, അധികമൊന്നുമില്ല. ഈ പരിപ്പ് വെന്ത് കിട്ടേണ്ട ഒരു താമസം അത്രയേ ഉള്ളൂ. ഇനി നമുക്കതിലേക്ക് കടുക് താളിക്കാം. ഇന്ന് ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. ഞാൻ അന്നും പറഞ്ഞായിരുന്നു വേറൊരു വീഡിയോയിൽ. നമുക്ക് ഈ പുതിയ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരായാലും വിചാരിക്കുക എന്താണ് ഇരുട്ട് പോലെന്ന്. നമുക്കിവിടെ വെളിച്ചത്തിൻ്റെ നല്ല കുറവുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇവിടെ ഈ വീട് റെൻറ്റിനെടുത്തപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെയാണ് അടുക്കളയുടെ സൗകര്യമൊക്കെ കിട്ടിയത്. അപ്പം നമുക്കന്ന് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുട്ട് കയറിക്കുന്നത്. പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ടൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ചെറുതായിട്ട് മൈക്ക് അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ പറയുന്ന സൗണ്ടിനായാലും എല്ലാം കുറച്ച് അപാകതകളൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ക്ഷമിക്കണം. നമുക്കെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് ഈ വെളിച്ചത്തിൻ്റെ കുറവ് വരുന്നത്, നമ്മൾ ഇവിടെ അടുക്കള നേരത്തെ തന്നെ ഇവിടെ തന്നെ ആയിരുന്നു. ആദ്യം ഗ്യാസ് അടുപ്പ് വെക്കാനുള്ള സൗകര്യം ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെളിച്ചത്തിൻ്റെ കുറവ് വരുന്നത്. ഇനി നമുക്കല്ലെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യണം. ഇനി ചാനലൊക്കെ ഒന്ന് ഇതായി വന്നിട്ട് വേണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്യാൻ. നമുക്ക് കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് നിങ്ങൾ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ഒരു കറി വെക്കാനൊന്നും ഇല്ലാത്ത ഒരു അവസരത്തിലൊക്കെ ഇച്ചിരി പരിപ്പോ തക്കാളിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.